الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ഏറെ സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട ഖത്തീബ് ഉസ്താദ് അടക്കമുള്ള സഹപ്രവർത്തകരായ ഉസ്താദുമാർ, ഈ മുക്കൂട് മഹലിന്റെ അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ അതിന്റെ യഥാർത്ഥ രീതിയിലേക്ക് ഇസ്ലാമിക കാഴ്ചപ്പാടുകളിലേക്ക് മുന്നോട്ട് ഗമിക്കുന്നതിന് വേണ്ടി ചുക്കാൻ പിടിക്കുന്ന പ്രിയപ്പെട്ട മഹല്ല് ഭാരവാഹികൾ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1501 ജന്മദിനത്തോടനുബന്ധിച്ച് ഒരു പുതു ചരിത്രം രചിച്ചുകൊണ്ട് ഒരു മാതൃകയായി മുന്നേറുന്ന ബഹുമാനപ്പെട്ട സ്വാഗത സംഘം കമ്മിറ്റിയുടെ ചെയർമാൻ, കൺവീനർ, ട്രഷറർ അടക്കമുള്ള ഒരു കൂട്ടം യുവ പ്രവർത്തകരായ പ്രിയപ്പെട്ട നാട്ടുകാർ, അതുമായി കമ്മിറ്റിയിൽ ഇല്ലാതെയും ഉണ്ടായിട്ടും പ്രവാസി ലോകത്തു നിന്നും തൊട്ടടുത്ത ദിവസങ്ങളിലായി വന്നുകൊണ്ടും ഇതുമായി സഹകരിക്കുന്ന ഒരുപാട് ആളുകൾ കഴിഞ്ഞ 12 ദിവസത്തോളം ഇവിടെ നടത്തിയ മജ്ലിസ്, മൗലീദ് മജ്ലിസിൽ പല രീതിയിലും സഹകരിച്ചവർ, അതിലെല്ലാം ഉപരി ഒരു വലിയ പ്രഭാഷണ സദസ്സ് പോലെ അത് വിജയിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി സാന്നിധ്യം അറിയിച്ച പ്രിയപ്പെട്ട നാട്ടുകാർ, ഉമ്മമാർ, വിദ്യാർത്ഥികൾ, ഏറെ സന്തോഷം നിറയുന്ന അല്ലെങ്കിൽ സന്തോഷം നിറഞ്ഞ ഒരു മുഹൂർത്തം നമ്മളിൽ നിന്ന് വിട പറയുമ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ കേവലം 63 വർഷക്കാലത്തെ ജീവിതങ്ങൾ, 63 അല്ല 630 വർഷങ്ങൾ ഇവിടെ പറഞ്ഞാലും തീരാത്ത രീതിയിൽ ആ പ്രവാചകൻ നബുവത്ത് ലഭിച്ചതിന് ശേഷമുള്ള 23 വർഷക്കാലങ്ങളിലും അതിനു മുമ്പുള്ള പ്രസവം മുതലുള്ള 40 വർഷത്തോളവും അങ്ങനെ 63 വർഷത്തോളം ഈ സമൂഹത്തിന് കാണിച്ചു കൊടുത്ത, പ്രവർത്തിച്ചു കൊടുത്ത, പറഞ്ഞു കൊടുത്ത, മൗനാനുവാദത്തോടുകൂടി സമ്മതങ്ങൾ നൽകിയ ആ ജീവിത മാതൃക എന്നുള്ളത്, ആ മാതൃകയിലേക്ക് എത്തുവാൻ വേണ്ടി തന്നെയാണ് നാം ഇവിടെ ഇങ്ങനെ ഒരു സദസ്സ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരു പക്ഷേ റബീഉൽ അവ്വലിന്റെ 12 ദിവസങ്ങൾ അല്ലെങ്കിൽ ആ റബീഉൽ അവ്വലിന്റെ 30 ദിവസങ്ങൾ നമ്മൾ നിന്ന് ഇവിടെ പറയുമ്പോൾ പ്രവാചക ചര്യയെ കുറിച്ച് പറഞ്ഞവർ, കേട്ടവർ, കണ്ടവർ, അതിനു വേണ്ടി സാമ്പത്തിക സഹായം നൽകിയവർ, അതിനു വേണ്ടി അഹോരാത്രം പണിപ്പെട്ടവർ, അങ്ങനെയുള്ളവരൊക്കെ ഒരു പക്ഷേ ആ പ്രവാചകന്റെ ചര്യകൾ, മാതൃകകൾ പിൻപറ്റാതെ മാറി നിൽക്കുന്ന, അല്ലെങ്കിൽ അതിനെ പുറങ്കാലുകൊണ്ട് മാറ്റി നിർത്തുന്ന ഒരു സ്ഥിതിവിശേഷങ്ങൾ, സ്വഭാവ വിശേഷങ്ങൾ നമ്മൾ കാണാറുണ്ട്. നമ്മുടെ ജീവിതം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മാതാപിതാക്കളെക്കാൾ, സ്വന്തം നമ്മുടെ മക്കളെക്കാൾ, നമ്മുടെ ഭാര്യമാരെക്കാൾ, നമ്മൾക്ക് വേണ്ടപ്പെട്ടവരെക്കാൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെടുന്നത് ആ പ്രവാചകനെ ആയിരിക്കണമെന്ന് നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആ പ്രവാചകന് വേണ്ടി നമ്മൾ ചിലവഴിക്കുന്ന ഒരു ഈത്തപ്പഴമാണെങ്കിലും, ഒരു രൂപയാണെങ്കിലും, അല്ലെങ്കിൽ ഈ സംഗമത്തിലേക്ക്, അല്ലെങ്കിൽ ഈ പ്രൗഢമായ സദസ്സിന് വേണ്ടി നമ്മുടെ സാന്നിധ്യത്താലും, അല്ലെങ്കിൽ നമ്മുടെ ഇതിനുമായിട്ടുള്ള സപ്പോർട്ടിനാലും, നിർദ്ദേശങ്ങളാലും, ഇതുമായി എന്തൊക്കെ നമ്മൾ ചെയ്യുന്നുവോ ആ ചെയ്യുന്നതിന്റെ ഒക്കെ പരിപൂർണമായ രീതിയിലുള്ളതായ ഒരു പ്രതിഫലം നമ്മൾക്ക് ലഭിക്കുമെന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടു കൂടി തന്നെയാണ് ലക്ഷങ്ങളും പതിനായിരങ്ങളും ചെലവഴിച്ചുകൊണ്ട് ഈ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ നമ്മളിലേക്ക് വരുമ്പോൾ
ചില മുക്കുമൂലകളിൽ നിന്നും നമ്മൾക്ക് കേൾക്കാൻ വേണ്ടി കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് പരസ്യമായി പറയില്ലെങ്കിലും രഹസ്യമായിട്ടെങ്കിലും ഇതിനെ തള്ളിപ്പറയുവാൻ വേണ്ടി, അല്ലെങ്കിൽ ഇതിനെ കൊച്ചാക്കി കാട്ടുവാൻ വേണ്ടി എന്തിനാണ് ഇത്രയൊക്കെ ലക്ഷങ്ങൾ ചെലവഴിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സാമ്പത്തികമായാലും നമ്മുടെ ജീവിതമായാലും നമ്മുടെ പ്രവർത്തനങ്ങളായാലും ഇങ്ങനെയുള്ളതായ പ്രവർത്തനങ്ങളിലേക്ക് ചിലവഴിച്ചുകൊണ്ട് മറ്റുള്ളവരെ ഇങ്ങനെയുള്ളതായ പ്രവർത്തനങ്ങളിലേക്ക് ആർഭാടമാണെങ്കിലും ആർഭാടമല്ലാത്ത രീതിയിലേക്ക് നമ്മൾ ഇതിലേക്ക് വലിയൊരു പ്രൗഢിയോടുകൂടി നമ്മൾ കൊണ്ടുപോവേണ്ടതുണ്ട്. ഇന്ന് നമ്മൾ ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും നമ്മൾ മനസ്സിലാക്കേണ്ട, ഓരോ വർഷങ്ങൾ കഴിയുന്തോറും ഇതിനെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് എതിർക്കാൻ വേണ്ടി ഒരു വിഭാഗം മുന്നോട്ട് വരുമ്പോൾ അതിനെയൊക്കെ കവച്ചു വെക്കുന്ന രീതിയിൽ ഓരോ മഹല്ലുകളും ഓരോ വീടുകളും ഓരോ സ്ഥാപനങ്ങളും ഇന്ന് പ്രൗഢിയോടുകൂടി ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുവാൻ വേണ്ടി മുന്നോട്ട് വരികയാണ്. അതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ഏറ്റവും വലിയതായ ഒരു വിജയം എന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ ആ പ്രൗഢിയോടുകൂടി തന്നെ ഖിയാമത്ത് നാൾ വരെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോവാൻ അള്ളാഹു നമ്മൾക്കൊക്കെ സൗഭാഗ്യം നൽകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഒരു മുഖ്യ പ്രഭാഷകൻ എന്നൊക്കെ ഒരു നോട്ടീസിൽ പേര് കൊടുക്കുമ്പോൾ അതിന്റെ ഓരോ ഘടനയനുസരിച്ച് കൊടുക്കുക എന്നുള്ളത് സംഘാടക സമിതിയുടെ ഒരു ലക്ഷ്യം, അതൊരു സംഘാടക സമിതിയുടെ ഒരു ഉത്തരവാദിത്വം എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ മുന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മുടെ മക്കളുടെ, ചെറിയ മക്കളുടെ പ്രസംഗങ്ങളും പാട്ടുകളുമായിട്ട് പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മദ്ഹുകൾ ചെറുപ്രായത്തിൽ തന്നെ അവരെ കൊണ്ട് പാടിയും എഴുതിയും വരച്ചും പറഞ്ഞും നമ്മളെ കേൾപ്പിച്ചുകൊണ്ട് നമ്മളൊക്കെ അതിലേക്ക് വശംവദരാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ളതായ ഒരു സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. ഒരുപാട് പ്രസംഗങ്ങൾ യൂട്യൂബ് വഴിയും അല്ലാതെയും നമ്മൾ നേരിട്ടും അല്ലാതെയും നമ്മൾ കേൾക്കുന്നവരാണ്. ചെറിയ മക്കൾ ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട 2-3 കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ ഈ കർത്തവ്യം ഞാൻ അവസാനിപ്പിക്കാം. ഒരുപക്ഷെ നമ്മളൊക്കെ ഈ പരിശുദ്ധമായ സദസ്സിലേക്ക് വരുന്നത് നമ്മുടെ പിഞ്ചുമക്കളുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അവർ പറയുന്നത് വലിയ കാര്യമൊന്നുമായിരിക്കില്ല. നമ്മൾ നിത്യമായി കേൾക്കുന്നവരും നമ്മൾ നിത്യമായി കാണുന്നവരും ഒക്കെ ആയിരിക്കാം, വായിക്കുന്നവരും ഒക്കെ ആയിരിക്കാം. ഒരുപാട് പ്രഭാഷകന്മാരുടെ പ്രസംഗങ്ങൾ, മണിക്കൂറുകളുള്ള പ്രസംഗങ്ങൾ, സെക്കൻഡുകളിലുള്ള ക്ലിപ്പുകളൊക്കെ നമ്മൾ കേട്ടുകൊണ്ട് ഏറെക്കുറെ അറിഞ്ഞവരാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി നമ്മൾക്ക് കഴിയുന്നില്ല എന്നുള്ളത് ഓരോരുത്തരും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എത്ര കേട്ടാലും എത്ര പറഞ്ഞാലും നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവാചകനോടുള്ള സ്നേഹങ്ങൾ നമ്മൾക്ക് കടന്നു വരില്ല എന്നുള്ളത് അത് നമ്മുടെ ഒരു വീക്ക്നെസ് ആണ്, നമ്മുടെ ഒരു വീക്കാണ്. അതിനെ മാറ്റിയെടുക്കുവാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് വരേണ്ടതുണ്ട്. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്, ചിലർ നമ്മുടെ വിദ്യാർത്ഥികളുടെ പ്രോഗ്രാമുകൾ കഴിയുമ്പോൾ, നമ്മുടെ വിദ്യാർത്ഥികളുടെ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വിദ്യാർത്ഥികളുടെ പ്രസംഗം കേൾക്കുമ്പോൾ ഒരുപക്ഷെ അതിന് വിലയിരുത്താൻ വേണ്ടി വരുന്നവരുണ്ട്. അതിനിടയിൽ സംഘാടക സമിതി ഒരു കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞ ദിവസം നടന്ന പെൺകുട്ടികളുടെ പ്രോഗ്രാം നടന്ന ആ വേദിയിൽ സ്ക്രീനോട് കൂടിയുള്ളതായ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അവിടെ സൗണ്ടിന്റെ ചെറിയൊരു പ്രയാസങ്ങൾ ഉള്ളതുകൊണ്ട് ഒരുപാട് രക്ഷിതാക്കൾ ഈ ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഏതാനും നിമിഷങ്ങൾക്കകം ആ വേദിയിൽ സൗണ്ടുമായി ബന്ധപ്പെട്ട പ്രോബ്ലം പരിഹരിച്ചുകൊണ്ട് അവിടെ നിങ്ങൾക്ക് കാണുവാനും കേൾക്കുവാനുമുള്ള ഒരു സൗകര്യം ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരുക്കുന്നതാണ്. അതുകൊണ്ട് മഴയാണ്, അതുകൊണ്ട് ഒരു പക്ഷേ പന്തിരിടാത്ത സ്ഥലത്തിരിക്കുന്ന സഹോദരിമാർ ഇൻഷാ അല്ലാഹ് അവിടത്തേക്ക് പോവുക. അവിടത്തേക്ക് ഏതാനും നിമിഷങ്ങൾക്കകം അവിടെയുള്ള സൗകര്യങ്ങൾ പരിപൂർണമാക്കുമെന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് ഈ സദസ്സിൽ വന്നിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വിദ്യാർത്ഥികൾ നമ്മുടെ മക്കളാണ്. ഈ പിഞ്ചുമക്കൾ വലിയ പ്രഭാഷകന്മാരൊന്നുമല്ല, വലിയ ഗായകന്മാരൊന്നുമല്ല. അവർ ഒരിക്കലും ഗായകന്മാർ ആവേണ്ടവരാണെങ്കിലും അവർ